സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. ഉത്തരരാമായണം 2-ാമത്തെ അധ്യായം. ശ്രീരാമൻ രാജാക്കന്മാരെ യാത്രയാക്കുന്നു എന്ന ഭാഗത്തിൻ്റെ സാരം. സീതയുടെ പിതാവായ ജനക മഹാരാജാവിനെ വന്ദിച്ചിട്ട് ശ്രീരാമൻ സന്തോഷപൂർവ്വം അരുളി ചെയ്തു. കുറവൊന്നും കൂടാതെ കടലിൽ ചിറകെട്ടി കടൽ കടന്നതും രാക്ഷസവംശത്തെ മുഴുവൻ നശിപ്പിച്ചതും അങ്ങയുടെ കാരുണ്യ നിമിത്തമാണ്. ഇനി ഞാൻ നൽകുന്ന രത്നാദികളെല്ലാം സന്തോഷത്തോടുകൂടി വാങ്ങി രാജ്യത്തിലെത്തി മകളെയും എന്നെയും മറന്നു കളയാതെ വധിച്ചാലും സ്വർണം, രത്നങ്ങൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ മുതലായ അസംഖ്യം ദിവ്യവസ്തുക്കൾ സീതാദേവിക്ക് നൽകി ശ്രീരാമൻ ജനകന് കൊടുപ്പിച്ച് യാത്രയാക്കി. അവയെല്ലാം സ്വീകരിച്ച് ഗൽഗതത്തോടെ ആശീർവദിച്ചിട്ട് ജനകൻ സൈന്യവുമായി യാത്രയായി. മാതുലനും കേകേരാജാവുമായ യുധാജിത്ത് ശ്രീരാമനെ പിരിഞ്ഞു പോകുന്ന കാര്യം ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കവേ ആഭരണങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ തുടങ്ങി അനേകം പദാർത്ഥങ്ങൾ സന്തോഷപൂർവ്വം നൽകി ശ്രീരാമൻ യാത്രയാക്കി. സ്നേഹാധിക്യത്തോടെ ഭരതനെ ഗാഠമായി ആലിംഗനം ചെയ്തിട്ട് പടയുമായി യുധാജിത്ത് സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചു. പിന്നീട് കാശിരാജാവായ പ്രകർദനനെ മുറുകെ പുണർന്ന് ചതുരംഗ സൈന്യവും മനോഹരമായ ആഭരണം, വസ്ത്രം മുതലായവയും വേണ്ടുവോളം കൊടുത്ത് യാത്രയാക്കി. അനന്തരം അവിടെ ശേഷിച്ചിരുന്ന 300ഓളം രാജാക്കന്മാർക്ക് വേണ്ടത്ര ധനം നൽകി പോകാൻ അനുവാദം നൽകി. അവരും സ്വന്തം നഗരങ്ങളിലേക്ക് മടങ്ങി. ബന്ധുക്കളായ നമ്മുടെ സഹായം കൂടാതെ തന്നെ സമുദ്രത്തിൽ ചിറകെട്ടി മറുകരയെത്തിയതും രാവണൻ മുതലായ രാക്ഷസന്മാരെ വധിച്ചതും ആലോചിക്കുമ്പോൾ നാം എല്ലാം വളരെ നിസ്സാരന്മാരാണ് എന്ന് തോന്നിപ്പോകുന്നു. എങ്കിലും നാഥനായ ശ്രീരാമനെ കാണാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യമാണ്. എന്നിപ്രകാരം പറഞ്ഞുകൊണ്ട് രാജാക്കന്മാർ അവരവരുടെ നഗരങ്ങളിലേക്ക് പോയി. ദുർലഭമായ പല വസ്തുക്കളും ശ്രീരാമൻ അവർക്ക് നൽകി. വാനര രാക്ഷസ വീരന്മാർ ശ്രീരാമനോടൊത്ത് വനങ്ങളിലും രാജ്യങ്ങളിലും നഗരങ്ങളിലും ഭവനങ്ങളിലും എല്ലാം സന്തോഷപൂർവ്വം സുഖിച്ച് ദിവസങ്ങൾ കടന്നു പോകുന്നത് അറിയാതെ കഴിഞ്ഞു. ഭരണകർത്താവായ ശ്രീരാമൻ്റെ ഗുണങ്ങൾ കൊണ്ടും സുഖകരമായ താമസം കൊണ്ടും 2 മാസം 2 ദിവസം പോലെ കടന്നുപോയി. അക്കാലത്ത് ഒരു ദിവസം ശ്രീരാമൻ വാനരരാജാവായ സുഗ്രീവനോട് ആദരപൂർവ്വം ഇങ്ങനെ പറഞ്ഞു: നീ പോയി കിഷ്കിന്ധയിൽ ചെന്ന് സന്തോഷത്തോടും സുഖത്തോടും വാഴുക. വാനരന്മാരെ ഉപദ്രവിക്കാതെ നിത്യവും അവരെ സംരക്ഷിച്ചു കൊള്ളണം. ഇവരെല്ലാം ജീവൻ കളഞ്ഞ് എന്നോടൊപ്പം പോരാടിയവരാണ്. നാം തമ്മിലുള്ള സ്നേഹം മറന്നുപോകാതെ ധർമ്മത്തിന് പ്രാധാന്യം നൽകി വളരെ കാലം ജീവിക്കുക. ഇപ്രകാരം പറഞ്ഞിട്ട് സുഗ്രീവന് ആഭരണങ്ങളും വസ്ത്രങ്ങളും നൽകി സന്തോഷപൂർവ്വം യാത്രയാക്കി. പിന്നീട് വിഭീഷണനോട് ദുഃഖമില്ലാതാകുമാർ ഇങ്ങനെ പറഞ്ഞു: നാം തമ്മിലുള്ള ബന്ധുത്വം ഒരു കാലത്തും നിന്റെ മനസ്സിൽ നിന്നും മറഞ്ഞു പോകരുത്. കൽപ്പാന്തകാലം വരെ നീ വിഷ്ണുഭക്തന്മാരിൽ ശ്രേഷ്ഠനായി ലങ്കയിൽ വസിക്കുക. അപ്പോൾ വായുപുത്രനായ ഹനുമാൻ ശ്രീരാമന്റെ പാദാംബുജങ്ങൾ വന്ദിച്ചുകൊണ്ട് ശാന്തനായി ഇങ്ങനെ പറഞ്ഞു: അങ്ങയെ പിരിഞ്ഞ് ദുഃഖത്തോടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. അമൃതതുല്യമായ രാമകഥ ലോകത്തിൽ ഉള്ളിടത്തോളം കാലം സന്തോഷത്തോടെ അത് കേൾക്കാൻ എനിക്ക് ആയുസ് വേണം. അതിനിടയ്ക്ക് ഒരു ദിവസം എനിക്ക് ജീവനാശം ഉണ്ടാകരുത്. രാക്ഷസവംശം നശിപ്പിച്ച ലക്ഷ്മീകാന്ത, എനിക്ക് മറ്റൊരു ആഗ്രഹവുമില്ല. ഇപ്രകാരം പറഞ്ഞ് തൊഴുതുകൊണ്ട് നിൽക്കുന്ന വായുപുത്രനെ ലക്ഷ്മീകാന്തനായ ശ്രീരാമൻ ഗാഠമായി ആലിംഗനം ചെയ്തിട്ട് പുഞ്ചിരിയോടെ അരുളി ചെയ്തു: ലോകങ്ങൾ ഉള്ള കാലത്തോളം എൻ്റെ കീർത്തി നിലനിൽക്കും. അത്രയും കാലം നീ ജീവിച്ചിരിക്കുക. ജനന മരണ ദുഃഖങ്ങളില്ലാത്ത നിർമ്മലമായ എൻ്റെ ബ്രഹ്മപദം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള ഭവാനെ പിരിഞ്ഞുപോയി ഞങ്ങൾ എങ്ങനെ ജീവിക്കും? എന്നിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ട് എല്ലാവരും അവരവരുടെ രാജ്യത്തേക്ക് പോയി. പുത്രന്മാർ, മിത്രങ്ങൾ, സമ്പത്ത്, ഭാര്യ മുതലായവരോടുകൂടി എല്ലാവരും സുഖമായി വസിച്ചു. അപ്പോൾ പുഷ്പകവിമാനം ശ്രീരാമന്റെ മുമ്പിലെത്തി വന്ദിച്ചുകൊണ്ട് പറഞ്ഞു: ഞാൻ അളകാപുരിയിലെത്തിയപ്പോൾ കുബേരൻ എന്നോട് പറഞ്ഞു, രാവണൻ എന്നിൽ നിന്ന് നിന്നെ പിടിച്ചു വാങ്ങി കൊണ്ടുപോയി. ശ്രീരാമൻ അവനെ വധിച്ചിട്ട് നിന്നെ സ്വീകരിച്ചു. ഇനിയും വളരെ കാലം നീ ശ്രീരാമനെ വഹിക്കുക. അതിനേക്കാൾ സന്തോഷം എനിക്ക് മറ്റൊന്നില്ല. സാക്ഷാൽ മഹാവിഷ്ണുവിനെ തന്നെ നീ വഹിക്കുക. രാജാവേ, ഇപ്രകാരം കുബേരൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. രഘുപതേ, എന്നും അങ്ങയെ പിരിഞ്ഞിരിക്കാൻ എനിക്കും പ്രയാസമാണ്. ശ്രീരാമൻ പറഞ്ഞു: എങ്കിൽ ഞാൻ വിചാരിക്കുന്ന സമയത്ത് നീ വരിക. കുബേരന്റെ ഉദ്യാനമായ ചൈത്രരഥത്തിൽ തന്നെ നീ മാന്യനായി വാഴുക. അനന്തരം പുഷ്പകത്തെ മടക്കി അയച്ചു. വസന്തകാലം വന്നതോടെ ലോകമെല്ലാം ശോഭിച്ചു. അനന്തശായിയായ ഭഗവാൻ സീതയോടൊപ്പം സകല സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് 4 മാസക്കാലം ജീവിച്ചു. സീതാദേവി അക്കാലം ഗർഭവതിയായി. ജനങ്ങളെല്ലാം സന്തുഷ്ടരായി. വർണ്ണാശ്രമ ധർമ്മങ്ങൾ അനുസരിച്ച്
14 ലോകങ്ങളും പരിപാലിച്ചുകൊണ്ട് സഹോദരന്മാർ, മന്ത്രിമാർ, പുരോഹിതന്മാർ എന്നിവരോടുകൂടി വേദാന്ത വേദ്യനായ ഭഗവാൻ ശ്രീരാമൻ വാണു. ഇതോടുകൂടി ഉത്തരരാമായണത്തിലെ 2-ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം.